നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബോബി കൃഷ്ണ. ഞാൻ തിരുവനന്തപുരത്തെ സ്കിൻ ആർട്ട് എന്ന ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ചർമ്മത്തിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി കൂടുതലായത് കാരണം നമ്മൾ ഒരുപാട് വിയർക്കുകയും പിന്നെ വസ്ത്രങ്ങൾ വളരെ ടൈറ്റായിട്ടുള്ളത് ഉപയോഗിക്കുന്നതും കാരണമാണ് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ കാണുന്നത്. 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ചികിത്സ എടുക്കുക. ചികിത്സ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി ക്രീം വാങ്ങിച്ച് പുരട്ടുക എന്നുള്ളതല്ല. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇൻഫെക്ഷൻ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത് വരും. പലപ്പോഴും ഈ ചൊറിച്ചിലിനുള്ള ട്രീറ്റ്മെൻറ്റ്, ഈ ചൊറിച്ചിലെന്ന് പറയുമ്പോഴത്തേക്ക് ചൊറിച്ചിലിനുള്ള ലേപനങ്ങൾ പുരട്ടി ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വളരെ എക്സ്റ്റെൻസീവായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സ പലപ്പോഴും 2 മുതൽ 3 മാസം വരെ നീണ്ടുപോകാറുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ച ചികിത്സ എടുക്കുന്നതിന് പകരം 2 മാസം മരുന്ന്, 3 മാസം മരുന്ന് എടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലോട്ട് വരും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഈ ഒരു കാര്യത്തിൽ അവബോധം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പ്രധാനമായിട്ടും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വട്ടച്ചൊറിയാണ്. രണ്ടാമത് നമ്മൾ തേമൽ അല്ലെങ്കിൽ നമ്മൾ ചുണങ്ങെന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളും നമുക്ക് ശരീരത്തിൽ പല പ്രത്യേക ഏരിയാസിലായിട്ടാണ് വരുന്നത്, വിയർക്കുന്ന ഭാഗങ്ങളിലായിട്ടാണ് വരുന്നത്. എന്നാൽ തേമൽ വരുന്നത് നമ്മുടെ രോമകൂപങ്ങൾ കൂടുതലായിട്ടുള്ള ശരീരഭാഗങ്ങളിലായിരിക്കും. വട്ടച്ചൊറി എന്ന് പറയുന്നത് ഇടുങ്ങിയ ഭാഗങ്ങളിലായിരിക്കും. അതായത് കശയിടുക്ക്, തുടയിടുക്ക്, മാറിൻ്റെ ഇടുക്കുകളിലൊക്കെ ആയിരിക്കും വട്ടച്ചൊറി വരുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വട്ടച്ചൊറി നമ്മുടെ തലയിലും നഖത്തിലും ഒക്കെ ബാധിക്കും. വട്ടച്ചൊറി തലയിൽ ബാധിക്കുകയാണെങ്കിൽ അത് കോയിൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുടി അവിടുത്തെ പോവുകയും മുടി പെർമനൻ്റ് ആയിട്ട് ചിലപ്പോൾ നശിച്ചു പോകാൻ വരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിനെ കീരിയോൺ എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും നീർക്കെട്ടുണ്ടായിട്ട് അവിടുത്തെ മുടി സാധാരണ രീതിയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി പിന്നെ മുടി കിളിക്കാത്ത അവസ്ഥയിലോട്ട് വരെ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൂടുതലും ഈ രോഗപ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികളിൽ അല്ലെങ്കിൽ ഡയബറ്റിസ് രോഗികളിൽ, കിഡ്നി അസുഖങ്ങളുള്ളവരിലാണ് ഈ ഒരു രീതിയിലുള്ള ഫംഗസ് കാണുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശേഷിയുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട ഫംഗസിനെയൊക്കെ നമ്മുടെ ശരീരം തന്നെ അതിനെ പ്രതിരോധിക്കുകയും ശരീരത്തിൽ ഇൻഫെക്ഷൻ ആകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിയർപ്പ് വരുന്ന എല്ലാ ആൾക്കാരിലും നമുക്ക് ഇൻഫെക്ഷൻ വരാറില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 നേരം ശരീരം നന്നായിട്ട് കഴുകുക. വിയർക്കുന്ന അവസരങ്ങളിൽ വളരെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. കഴിവതും കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലിനൻ ബേസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. പിന്നെ കോമൺ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരിലും കൊച്ചുകുട്ടികളിലും ഡയപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഭാഗത്ത് ഈ ഇൻഫെക്ഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പാത്രം കഴുകുന്ന ആൾക്കാർ, ഡിഷ് വാഷ് ചെയ്യുന്ന, തുണി കഴുകുന്ന ആൾക്കാർ, അടുക്കളയിൽ ഒരുപാട് നേരം വെള്ളത്തിൽ, പിന്നെ നമ്മുടെ വെള്ളത്തിൽ നിന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഫിഷർമാൻ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ വിരലിൻ്റെ ഇടുക്കിലെല്ലാം നമുക്ക് കാലിൻ്റെ വിരലിൻ്റെ ഇടയിലെല്ലാം വളം കടിയെന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതെല്ലാം ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ഇതും വിരലിൻ്റെ ഇടയിൽ വരുന്ന കാൻഡിഡിയാസിസ് തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നതോടൊപ്പം അവരുടെ ജീവിത ശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരേണ്ടതായിട്ട് വരും. കാരണം ഇത് നമ്മൾ ചികിത്സ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരു കയ്യൊറയോ അങ്ങനത്തെ കാര്യങ്ങളോ ബൂട്ടുകളോ ഒക്കെ പറഞ്ഞ് മാത്രം അവരെ പിന്നീട് ജോലി ചെയ്യാനായിട്ട് അനുവദിക്കുക. പിന്നെ ഈ ഡയപ്പർ റാഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഈ നമുക്ക് കൊച്ചുകുട്ടികൾ ഫംഗൽ ഇൻഫെക്ഷനെയും ചികിത്സിക്കുന്നത്. ഡയപ്പർ റാഷ് എന്ന് പറയുന്നതും ഫംഗൽ ഇൻഫെക്ഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫംഗൽ ഇൻഫെക്ഷനുകൾ മരുന്നുകൾ തന്നെ വേണം. ഡയപ്പർ റാഷിന് പലപ്പോഴും മരുന്നുകൾ വേണ്ടി വരത്തില്ല. ഒരു സ്കിൻ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ ബാരിയർ ക്രീംസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഡയപ്പർ റാഷസ് മാറും. അപ്പോൾ മരുന്നുകൾ കൊടുക്കേണ്ട അവസ്ഥയിൽ നമുക്ക് ഏത് തരം മരുന്നുകൾ എന്ന് നമുക്ക് നിർദ്ദേശിക്കുന്നതിന് മുമ്പ് രോഗിയെ കണ്ട് അവരുടെ എത്ര ശതമാനം അവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളത് അസസ് ചെയ്യണം. പലപ്പോഴും ഈ പുറത്തുനിന്ന് ചികിത്സ നേടി വരുന്ന, അതായത് മരുന്ന് ഓവർ ദ കൗണ്ടറായിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ചൊറിച്ചിലിനുള്ള ലേപനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് പുരട്ടുന്ന ലേപനങ്ങൾ ഈ സ്റ്റിറോയിഡ് ലേപനങ്ങളാണെങ്കിൽ പലപ്പോഴും ഈ ഫംഗൽ ഇൻഫെക്ഷനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വട്ടച്ചൊറി എന്ന് പറയുന്നത് നമ്മൾ അതിനെ ക്രോണിക് ഡെർമറ്റോഫൈറ്റോസിസ്, ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചില വട്ടച്ചൊറികളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ആ 1 വർഷം വരെ ചികിത്സിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായാൽ കൂടിയും ദയവ് ചെയ്ത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക. സ്റ്റിറോയിഡ് ലേപനങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക.
എന്നാൽ മാത്രമേ ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പറ്റൂ. താങ്ക് യു.